أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമളാൻ ഏതാണ്ട് പകുതിയോട് അടുത്തു വരികയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവുമായി നമ്മുടെ ബന്ധം എന്തുമാത്രം അടുത്തു വന്നു എന്നതിനെക്കുറിച്ചും നിരന്തരമായി നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടവരാണ് എന്നറിയാമെങ്കിലും അതിനുവേണ്ടിയുള്ള സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്ന് ഒരാലോചന നടത്തേണ്ട സമയമാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. ഇന്ന സയ്യിദൽ അയ്യാം, ദിവസങ്ങളുടെ സയ്യിദ് അഥവാ നേതാവ് എന്ന് പറയുന്നത് യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. വ സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ സയ്യിദ് നേതാവ് എന്ന് പറയുന്നത് റമളാനാണ്. അപ്പോൾ നമ്മൾ റമളാനിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ ഒരു മാസം എന്ന നിലയിൽ പരിശുദ്ധ റമളാൻ. അത് ഉപയോഗപ്പെടുത്താതെ ആ ദിനങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ ഓരോന്നും അത് കൃത്യമായി നമ്മൾ നിർവഹിക്കാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പരാജയമായിരിക്കും എന്ന് നമ്മൾ അറിയണം. കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളെ നമ്മൾക്ക് പിന്നീട് നമുക്ക് ലഭ്യമല്ല. അപ്പോൾ എണ്ണി തീരുന്ന ദിവസങ്ങളാണ് ഈ റമളാൻ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പകുതിയിലേക്ക് എത്തി വരുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ ചെലവഴിക്കേണ്ട ദിവസങ്ങളാണ് എന്ന് പ്രത്യേകമായി സത്യവിശ്വാസികൾ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റമളാൻ കൊണ്ട് നാം നേടിയെടുക്കേണ്ടത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാപമോചനമാണ്. പാപമോചനം നേടാതെ ഒരു റമളാൻ നമ്മോട് വിട പറഞ്ഞാൽ ആ ഒരു കനത്ത നഷ്ടം നമ്മൾ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കപ്പെടുക എന്ന് നമ്മൾ അറിയണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, പാപങ്ങൾ മനുഷ്യനെന്ന നിലയിൽ ജീവിതത്തിൽ ചെറുതും വലുതുമായതൊക്കെ സംഭവിക്കാം. ആ പാപങ്ങൾ അത്രയും ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പരിപൂർണമായി നമ്മൾ സമർപ്പിക്കുകയും അത് മുഖേന സംശുദ്ധമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി നമ്മൾ മാറുക. ഇതാണ് ഈ പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയതാ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. തൗബത്തൻ നസൂഹ, ഏറ്റവും നല്ല നിലയിൽ
ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിലേക്ക് നമ്മൾ തൗബക്ക് വേണ്ടി പശ്ചാത്താപം അള്ളാഹുവിനോട് നമ്മൾ അർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല അത് മുഖേന പൊറുത്തു തന്നേക്കാം. അതേപോലെ തന്നെ നമ്മുടെ സയ്യിആത്തുകൾ അല്ലാഹു തആല പൊറുത്തു തരുന്നതോടൊപ്പം വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സത്യവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, ജന്നത്തിലേക്ക് പ്രവേശിക്കുവാൻ അത് കാരണമായി തീരും എന്ന് സത്യവിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും ഏറ്റുപറയണം. നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. മനുഷ്യൻ എന്ന നിലയിൽ കുല്ലു ബനി ആദം ഖത്താഊൻ, മനുഷ്യൻ ആദമിൻ്റെ മക്കൾ തെറ്റ് ചെയ്യും. മനുഷ്യൻ്റെ സ്വാഭാവികമായ മനുഷ്യൻ്റെ ഒരു ശൈലിയോ രീതിയോ അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് എന്നത് വളരെ കൃത്യമായി അള്ളാഹുവിനറിയാം. എങ്കിലും വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആരാണ് ഏറ്റവും നല്ലവർ? തെറ്റ് ചെയ്യുന്നവരിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നവർ, തൗബ ചെയ്തു മടങ്ങുന്നവരാണ് ഏറ്റവും ഉന്നതർ, ഉത്തമർ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, മനുഷ്യൻ സ്വാഭാവികമായി വ്യക്തിപരമായി മറ്റുള്ളവരോട് അങ്ങനെയൊക്കെ സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇതൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. അതിനുള്ള അവസരങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ ആ അവസരങ്ങളെ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. നമ്മളത് പരമാവധി യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭൗതികമായ എന്തെങ്കിലും ഒരു വിഷയം അത് നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ വഴിയുണ്ട്. എത്ര സാമ്പത്തികമായ ബാധ്യതകൾ വന്നാൽ പോലും അതെല്ലാം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു? ആ കുടുക്കിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ തേടുന്നുണ്ട്. എന്നാൽ അള്ളാഹു തൻ്റെ അടിമക്ക്, അള്ളാഹു തൻ്റെ അബ്ദിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് പരിശുദ്ധ റമളാൻ. ഈ റമളാൻ നൽകിയിരിക്കുന്നത് 11 മാസം നമ്മുടെ ഇഷ്ടാനുസരണമാണ്. എന്നാൽ ഈ ഒരു മാസം അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയുന്ന ഷഹ്റുല്ലാ, അതേപോലെ തന്നെ ഷഹ്റു തൗബയാണ്, അത് പശ്ചാത്താപത്തിന്റെ മാസമാണ്. വശഹ്റുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ മാസമാണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ നമ്മൾ സ്വന്തം അള്ളാഹുവിനോട് ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ ആ പാപങ്ങൾ അത്രയും അല്ലാഹു തആല പൊറുത്തു തരും. എന്നാൽ അല്ലാഹു തആല പൊറുക്കാത്ത, ഒരിക്കലും തൗബയില്ലാത്ത, പശ്ചാത്താപം എന്നൊന്നില്ലാത്ത ഒരു വിഷയം അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്, അള്ളാഹുവിൽ ശിർക്ക് വെക്കുക എന്നത് അതൊരിക്കലും പൊറുക്കപ്പെടാത്ത മഹാപാപമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു തന്നതാണ്. ഇന്ന ശിർക ലഗുൽമുൻ അലീം, ഏറ്റവും വലിയ പാതകമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിനുള്ളത് അത് അള്ളാഹുവിന് തന്നെ സമർപ്പിക്കണം. അള്ളാഹുവിൻ്റേത് ഏതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ ഏതെങ്കിലും ആളുകൾക്കോ ഉണ്ട് എന്ന് വിശ്വസിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത്. ആ ശിർക്ക് ഒരിക്കലും അല്ലാഹു തആല പൊറുക്കൂല. അതാണ് ഖുർആൻ വളരെ ഖണ്ഡിതമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. എത്ര വലിയ കാര്യമാണ് നമ്മൾ ചെയ്തിട്ടും കാര്യമല്ല. എന്തുമാത്രം ആരാധനാ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു. രാത്രികാലങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കിണപിച്ച് സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശിർക്ക് വന്നാലോ, ശിർക്ക് കലർന്നാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരു നിർഭയത്വം എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാകില്ല. എവിടെയും ഒരു സമാധാനം ഉണ്ടാകില്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും
പേടിയാണ്, ആശങ്കയാണ്, എന്തുണ്ടാകും എന്നതിനെ കുറിച്ചുള്ള പേടിയാ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അല്ലദീന ആമനു, വിശ്വാസം അത് ശക്തമാകണം. വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ഈമാനിനെ ളുൽമുമായി, ളുൽമ് എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, ശിർക്കുമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അങ്ങനെ കൂട്ടിക്കലർത്താതെ അടിയുറച്ച ഈമാനോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഉലൈക ലഹുമുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്, അവർക്കൊരാളെയും പേടിക്കേണ്ടതില്ല, അവരുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനമുണ്ടാകും, കൗടുംബികമായ ജീവിതം എപ്പോഴും ഭാസുരമായിരിക്കും. ഇതാണ് ഖുർആൻ പറയുന്നത്. മാത്രമല്ല വഹും മുഹ്തദൂൻ, അവർ സന്മാർഗികളുമാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിന്റെ ഈ വചനമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരാളുടെ ഇസ്തിഗ്ഫാർ, അവരുടെ പാപം അല്ലാഹു തആല കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക്, അതല്ലാത്ത ഏതു പാപവും അള്ളാഹുവിനോട് നമ്മൾ അപേക്ഷിച്ചാൽ ആ അപേക്ഷ അള്ളാഹു സ്വീകരിക്കും, അത് നമ്മൾക്ക് പുറത്തു തരും. ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ വഴി പിഴച്ചുപോയി എന്ന് മാത്രമല്ല അവൻ അതിവിദൂരമായ വഴികേടിലാണ് എന്ന് ഖുർആൻ പറയുന്നു. നമ്മളെ എവിടെയും എത്തിച്ചേരില്ല, എവിടെയും ഒരു പോയിന്റിൽ നമ്മൾക്ക് എത്താൻ സാധിക്കില്ല. നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പ് വന്നാൽ, വിശ്വാസത്തിൽ മായം ചേർന്നാൽ, ഇതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നു. അള്ളാഹു പകലിൽ നമ്മൾക്ക് അനുവദനീയമായ പല സംഗതികളും നമ്മൾ ഒഴിവാക്കുകയാണ്. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടിയാണ്. എനിക്ക് രക്ഷ കിട്ടാനാണ്, എനിക്ക് മോക്ഷം കിട്ടാനാണ്, ദുനിയാവിലല്ല, അതിനേക്കാളും അപ്പുറം ആഖിറത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സലാം, അവനിൽ നിന്നുള്ള സമാധാനം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായി ഈമാൻ അത് കൃത്യമാക്കുക. കലർപ്പില്ലാത്ത ഈമാൻ അതാണ് ആവശ്യം. വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത് തൻ്റെ അടിമയോട് അല്ലാഹു തആല എന്തുമാത്രം കാരുണ്യവാനാണ്. അല്ലാഹു വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ആശങ്കപ്പെടണ്ട. ലാ തഖ്നതു ലഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം വികൃതികൾ കൊണ്ട് അക്രമം ചെയ്തിട്ട് നമ്മൾ സ്വയം നമ്മുടെ മനസ്സ് കുറച്ച് അതിക്രമകരമായ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാ, നീ പറയൂ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾ ആശങ്ക വേണ്ട. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഏത് സമയവും കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിരാശപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്ത്, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊരു സമാധാനവുമില്ല, എനിക്കൊരു റഹ്മത്തുമില്ല. നമ്മൾ അള്ളാഹുവിനെ പഴിചാരരുത്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത്? നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നില്ല, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ഖുർആൻ പറയുന്നു, വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നത് ആരെന്നറിയുമോ? ഇല്ലല്ലാഹൂൻ, വഴിപിഴച്ചവരാണ്. യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ച, വഴിതെറ്റിപ്പോയിട്ടുള്ള ആളുകൾക്ക് അവർക്കെപ്പോഴും നിരാശയായിരിക്കും, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, എന്നും പ്രതിസന്ധികളാണ്. വിശ്വാസരംഗത്തുള്ള ചോർന്നൊലിപ്പാണ് ഇതിനൊക്കെ കാരണം എന്ന് നമ്മൾ പറയണം. അപ്പൊ വിശ്വാസികളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ആശ കൈവിടരുത് എന്നതാ. ഏത് നിർണായകത്വത്തിലും നമ്മൾ പ്രതീക്ഷയോടുകൂടിയാവണം. നമുക്കറിയാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, തൻ്റെ വാപ്പ യാക്കൂബ് അലൈഹിസ്സലാം എന്തൊരു പ്രയാസഘട്ടത്തിലായിരുന്നു. യൂസുഫിനെ കാണാനില്ല. യൂസുഫിനെ തന്റെ സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടം കിണറ്റിലിട്ടു. അങ്ങനെ പ്രവാചകൻ യാക്കൂബ് നബിന്റെ അടുത്ത് വന്ന് കള്ളത്തരം പറഞ്ഞ, അല്ലെങ്കിൽ വികൃതിത്തരം പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതിരിക്കട്ടെ, പക്ഷേ ഇങ്ങനെയൊക്കെ യൂസുഫിനെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പിതാവ്
തൻ്റെ മറ്റു മക്കളോട് പറയുന്നത് എന്താണെന്നറിയോ? മക്കളെ, നിങ്ങൾ ഒന്നുകൂടി പരിശ്രമിച്ചു നോക്കൂ. എവിടെയെങ്കിലും എൻ്റെ യൂസുഫ് കിടപ്പുണ്ടാകും, നിങ്ങൾ ഒന്നുകൂടി ചെന്ന് നോക്കൂ എന്ന് ഒരു ബാപ്പ പറയുകയാണ് ബാക്കിയുള്ള മക്കളോട്. എന്നിട്ട് അത് പരിശുദ്ധ ഖുർആൻ അവിടെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാ, അല്ലാഹുവിൻ്റെ ആശ്വാസം എന്ന ഒന്നുണ്ട്. അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട ആശ്വാസം, അവരിൽ നിന്ന് കിട്ടേണ്ട കാരുണ്യം, അവരിൽ നിന്ന് കിട്ടേണ്ട സമാധാനം, അത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികൾക്കല്ലാതെ, സത്യത്തെ നിഷേധിക്കുന്നവർക്കല്ലാതെ, അധർമ്മകാരികൾക്കല്ലാതെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന നമ്മൾ ഇതിൽ നിന്ന് അറിയേണ്ടത് എന്താ? എപ്പോഴും ആശ വേണം നമ്മൾക്ക്, എപ്പോഴും നമ്മൾക്ക് പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ, എപ്പോഴും പ്രതീക്ഷയില്ലാതെ പോയാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു തൻ്റെ അടിമയുടെ കൂടെയാണ് ഏത് സമയത്തും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു, വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചൊല്ലണം. കിട്ടുന്ന സമയങ്ങൾ, അവസരങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഈ പരിശുദ്ധ റമളാൻ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടതാ. നമ്മൾ മാത്സര്യ ബുദ്ധിയോടുകൂടിയാണ് ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മറ്റ് കർമ്മങ്ങൾ അത്രയും, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളാണെങ്കിലും ശരി, സദഖകളാണെങ്കിലും ശരി, നിർബന്ധ ധർമ്മങ്ങളാണെങ്കിലും ശരി, ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും കുറച്ച് മാത്സര്യത്തോടു കൂടി ചെയ്യുകയും അങ്ങനെ ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യണം. ഇത് ഖുർആൻ ആവശ്യപ്പെടുന്നതാ. വസാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ ഇത്തിരി മത്സരിച്ചോളൂ എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാ. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടങ്ങി ചെല്ലണം. വഅസ്ലിമൂ ലഹു, നിങ്ങൾ അവനെ കീഴൊതുങ്ങി അല്ലാഹുവിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, വമ്പിച്ച ശിക്ഷ വരാനിരിക്കുകയാണ്. വമ്പിച്ച പരീക്ഷണം നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്നതിന്റെ ഇപ്പൊ കണ്ടതൊന്നുമല്ല, ഇനിയും എത്രയോ ഇരട്ടി പരീക്ഷണങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നതിന്റെ മുന്നാടിയായി നിങ്ങളെ റബ്ബിങ്കലേക്ക് നിങ്ങൾ കീഴൊതുങ്ങിക്കോ, നിങ്ങളെ റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ. പിന്നെ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകൂല. സുമ്മലാ തുൻസറൂൻ, പിന്നെ നിങ്ങൾക്കൊരു സഹായം ഉണ്ടാവൂല. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണോ? നിങ്ങൾ അമലുകൾ നന്നാക്കിക്കോ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമാക്കിക്കോ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ വളരെ ശുദ്ധമായ ഹൃദയത്തോടു കൂടി. സലീം, സുരക്ഷിതമായ ഒരു മനസ്സോടുകൂടി നാളെ റബ്ബിനെ കണ്ടുമുട്ടണം. എങ്കിൽ നമ്മൾ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ കർമ്മങ്ങൾ അതെല്ലാം വളരെ കൃത്യമാക്കണം എന്നതാ. ഞാൻ ഈ ഓതി വെച്ച ആയത്തിൽ തന്നെ വളരെ കൃത്യമായി പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ കാരുണ്യവും പാപമോചനവും കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അല്ലാഹുവിലേക്ക് ഭയപ്പെട്ടുകൊണ്ട് ഭയഭക്തിയോടുകൂടി അവനിലേക്ക് മടങ്ങുക എന്നതാ. ഇതല്ലാത്ത ഒരു പരിഹാരവും നമ്മുടെ മുമ്പിലില്ല. 2, നമ്മൾ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ഇബാദ്, അള്ളാഹുവിന്റെ ഒരടിമ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ കൃത്യമായ രേഖ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ആ രേഖ അനുസരിച്ച്, വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാലേ അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ. ആ ഒരു ബോധ്യം നമ്മൾക്ക് വേണം. അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു സഹായവും ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ആർക്കും തരാൻ കഴിയില്ല. ഒരു പണത്തിനും അതിന് സാധ്യമല്ല എന്ന സത്യമാണ് നമ്മൾ അറിയേണ്ടത്. അള്ളാഹു മാത്രമേ നമ്മുടെ രക്ഷക്കുണ്ടാകൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഒരു ഖുദൂസിയായ ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹു തആല പറയാ, അന ഇൻദ ലന്നി അബ്ദി, ഞാൻ എൻ്റെ അടിമയോടൊപ്പമാണ്.
ഞാൻ എൻ്റെ അടിമ എന്ത് വിചാരിക്കുന്നുവോ ഞാൻ ആ അടിമയോടൊപ്പം തന്നെയാണ്. വഅന മഅഹു ഹീന യദ്കുറുനി, അവൻ എന്നെ ഓർക്കുന്നുവെങ്കിൽ ഞാൻ അവനോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനെ ഓർക്കുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു ഞാൻ അവനോടൊപ്പമാണ്. ഖുർആനിൽ നമുക്ക് കാണാം, ഉദ്കുറൂനി, എന്നെ ഓർക്കൂ നിങ്ങൾ, എന്നെ ദിക്ർ ചെയ്യൂ നിങ്ങൾ, അത് കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ദിക്ർ ചൊല്ലുന്നുണ്ടോ? നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലി അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കേണ്ടവരല്ലേ? അള്ളാഹു പറയുന്നു വഅന മഅഹു ഹീന യദ്കുറുനി, എൻ്റെ അടിമ എന്നെ ഓർക്കുമ്പോൾ ഞാനും അവനെ ഓർക്കുന്നുണ്ട്. വഇൻ ദക്കറനി ഫീ നഫ്സിഹി, ഒരു അടിമ അവന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഓർക്കുന്നുവെങ്കിൽ ദക്കർതുഹു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും. അല്ലാഹു തആല പറയാണ് വഇൻ ദക്കറനി ഫീ മലയിൻ, ഒരു സഭയിൽ വെച്ച് ഒരു സംഗമത്തിൽ വെച്ചാണ് എൻ്റെ അടിമ എന്നെ കുറിച്ച് ഓർക്കുന്നതെങ്കിൽ ദക്കർതുഹു ഫീ മലഹി ഖൈറും മിൻഹു, ഏറ്റവും നല്ല വമ്പിച്ചതായ ഒരു സദസ്സിൽ ഞാൻ എൻ്റെ അടിമയെ കുറിച്ച് ഓർക്കും. വൈൻ തഖറബ ഇലയ്യ ശിബ്റൻ, എന്നിലേക്ക് ഒരു ചാൺ അടുത്തു വന്നാൽ തഖറബ്തു മിൻഹു ദിറാഅ, ഞാൻ ഒരു മുഴം അടുക്കും. ഇതൊക്കെയാണ് അല്ലാഹു തആല തൻ്റെ അടിമയോട് പറയുന്നത്. നമ്മളോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാധ്യത എന്താ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബല്ലാതെ ഒരു രക്ഷകൻ നമ്മൾക്കില്ല. ഇഹലോകത്തും പരലോകത്തും രക്ഷകനായി റബ്ബ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ റബ്ബിലേക്ക് പരമാവധി അടുക്കുക മാത്രമേ നമ്മൾക്ക് വഴിയുള്ളൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹുവിൽ നിന്നാണ്. അവന്റെ പരിശുദ്ധ ഖുർആൻ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കുമുള്ള ഒരു ഗ്രന്ഥമാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, അതിലൊരു സംശയവുമില്ല, ഒരു സന്ദേഹത്തിനും അവകാശമില്ലാത്ത വിധം ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് പേടിയുണ്ടോ? അതിൽ പരിഹാരമുണ്ട്. നിങ്ങൾക്ക് സങ്കടമുണ്ടോ? അതിന് പരിഹാരമുണ്ട്. നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? അതിന് പരിഹാരമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അതിനെന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള പരിഹാരം ഖുർആൻ പറഞ്ഞു തരുന്നു. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക, അവന്റെ വേദഗ്രന്ഥത്തിലേക്ക് അടുക്കുക, നെഞ്ചോട് ചേർത്ത് വെക്കുക. എങ്കിൽ ഇഹലോകത്ത് രക്ഷയുണ്ട്, അതിലപ്പുറം പരലോകത്ത് മോക്ഷമുണ്ട്. ഈ ഒരു സത്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പരിശുദ്ധ റമളാനിന്റെ പകുതിയോടടുത്ത് നിൽക്കുമ്പോൾ ഇനിയുള്ള ദിനരാത്രങ്ങൾ വളരെ ശക്തമായി ഊർജ്ജസ്വലതയോടുകൂടി റമളാനിൽ നമ്മൾ ചെലവഴിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. പരിശുദ്ധമായ ഇസ്ലാമിൽ ഹിജ്റ വർഷം 2 അത് 624 മാർച്ച് മാസം 24-നാണെന്നും അതല്ല ഏപ്രിൽ മാസം 8-നാണെന്നും അഭിപ്രായമുള്ള ഒരു സംഭവം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ റമദാനിലെ 17-നായിരുന്നു ആ മഹാസംഭവം ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ബദർ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഉണ്ടായത് ഒരു റമദാനിലെ 17-ാം ദിവസമായിരുന്നു. എന്തായിരുന്നു ബദർ? എന്തിനു വേണ്ടിയായിരുന്നു ബദർ? ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. ഏകദേശം മദീനയിൽ നിന്നൊരു 150 കിലോമീറ്റർ അകലെയാണ് ഈ ബദർ സ്ഥിതി ചെയ്യുന്നത്. ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്ന ആളുകൾ ബദറിലൂടെ സഞ്ചരിക്കാറുണ്ട്. ബദറിൽ ഷഹീദായവരുടെ ഖബറുകൾ നമ്മൾക്ക് ദൂരെ നിന്ന് കാണാവുന്നതാണ്. ബദർ എന്ന സംഭവത്തെ സംബന്ധിച്ച് ഖുർആനിൽ പലയിടങ്ങളിലായി പരാമർശമുണ്ട്. ഖദ് കാന ലക്കും ആയത്തുൻ,
തീർച്ചയായും നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ദൃഷ്ടാന്തം ഈ ബദറിൽ ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അത് ഫീ ഫിഅത്തൈൻ, രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ഇൽതഖത്ത ഫിഅത്തുൻ ഫീ സബീൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഒരു വിഭാഗം, അതാണ് ഇൽതഖത്ത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ല, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നു. വ ഉഖ്റ, മറ്റൊരു വിഭാഗം കാഫിറത്തുൻ, അവർ സത്യനിഷേധികളാണ്. അപ്പം സത്യനിഷേധികളായ ഒരു വിഭാഗവും സത്യത്തിൻ്റെ ആൾക്കാരായ ഒരു വിഭാഗവും തമ്മിൽ ഉണ്ടായ ഒരു സംഭവമാണ് എന്ത് ബദറിൽ നടന്നത്. അതാണ് ബദർ യുദ്ധം. അവിടെ നമ്മളറിയേണ്ടത് സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടം, ശിർക്കും ഈമാനും തമ്മിലുള്ള ഒരു പോരാട്ടം, അതാണ് യഥാർത്ഥത്തിൽ ബദറിൽ ഉണ്ടായത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്ന 300 ചില്ലാനം ആളുകൾ, തീർത്തും നിരായുധരായ മുസ്ലിം സമൂഹം. തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നത് ഇതിൻ്റെ 3 ഇരട്ടിയോളം വരുന്ന അബൂ സുഫിയാനും അബൂജഹലും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ടീമും. അങ്ങനെയാണ് വല്ലാത്ത ഒരു പ്രതിസന്ധി. ഏതായിരുന്നാലും യുദ്ധത്തിൻ്റെ ആ ഒരു പ്രതീതി 100% അങ്ങ് റെഡിയായി നിൽക്കുന്ന ഒരു ഘട്ടം. അല്ലാതെ ബേജാറായിരുന്നു, പേടിയുണ്ടായിരുന്നു. ഇതിന് ചരിത്രത്തിൽ യൗമുൽ ഫുർഖാൻ എന്നൊക്കെ പേര് വിളിക്കപ്പെട്ട, സത്യാസത്യ വിവേചന യുദ്ധം എന്നൊക്കെ പേര് വിളിക്കപ്പെട്ട ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ബദർ. ഈ ബദർ വരുന്ന സമയത്ത് ബദർ ദിനം എന്ന നിലയിലൊക്കെ നമ്മുടെ രാജ്യത്ത് പലരും പല പ്രചണ്ഡമായ പ്രചരണങ്ങളൊക്കെ നടത്താറുണ്ട്. ബദർ ദിനം റമദാൻ 17, അത് കേവലം ചെമ്പുകളിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ചില അന്നപാനീയങ്ങളിൽ ഒതുങ്ങുന്ന ഒരു തരത്തിലേക്ക് ഈ ബദർ ചുരുങ്ങിപ്പോയി എന്ന ഒരു വല്ലാത്ത സങ്കടകരമായ ഒരവസ്ഥ നിലനിൽക്കുകയാണ്. നമ്മളറിയേണ്ടത് വിശ്വാസവും അവിശ്വാസവും തമ്മിൽ നടന്ന ഒരു പോരാട്ടം. ഇത് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഇത് പഠിപ്പിക്കുന്ന സന്ദേശം എന്താണ്? ഇത് നൽകുന്ന ഗുണപാഠം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനികമായ കാര്യങ്ങൾക്കുള്ള ഒരു കരുത്ത് പകരാൻ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാ. ഈ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ രാത്രി അന്ത്യയാമങ്ങളിൽ നാളെ യുദ്ധത്തിനിറങ്ങാൻ പോവുക. നാളെ രാവിലെ തന്നെ യുദ്ധത്തിനിറങ്ങാൻ പോവുകയാണ്. നട്ടപ്പാതിരക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരൊരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നക റബ്ബേ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, അള്ളാഹുവെ ഈ ചെറു സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഫലം യഅ്ബുദ ഫിൽ അർളി അബദ, എന്നേക്കുമായി അള്ളാഹുവെ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നോട് ആരാധന നടത്തുന്ന ഒരു സമൂഹം, ഒരാൾ പോലും ഈ ലോകത്തിന് ഉണ്ടാവില്ല റബ്ബേ, ഈ ചെറുസംഘത്തെ എങ്ങാനും പരാജയപ്പെട്ടാൽ എന്ന് ഇരു കൈകളും ഉയർത്തി മനസ്സ് തട്ടി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെയാണ് ആ യുദ്ധത്തിനിറങ്ങിപ്പോകുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിജയം കിട്ടുന്നതും ഇവിടെയാണ്. നമ്മൾ ആ ചരിത്രത്തെക്കുറിച്ച് ഓർത്തെടുക്കേണ്ടതും വായിച്ചെടുക്കേണ്ടതും. എന്തിനു വേണ്ടിയായിരുന്നു? ആ ശത്രുപക്ഷം അന്നെങ്ങാനും പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതിന് ശേഷമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെ ഉണ്ടാകുമായിരുന്നു? ഇസ്ലാമിക രാജ്യത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ ഈ യുദ്ധം സാധിച്ചു എന്നത് ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു രേഖയാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ ചരിത്രപ്രധാനമായ ഒരു യുദ്ധമായിരുന്നു ബദർ എന്ന് പറയുന്നത്. ഇതൊരു റമളാനിലായിരുന്നു. അതുമാത്രമല്ല റമളാനിലെ 17 എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ നെഞ്ചകത്ത് നിൽക്കേണ്ടത് എന്താ? ഇതൊരു വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസത്തിന് ഏറെ കരുത്തു പകരാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവൻ നേതൃത്വം കൊടുക്കണം. ആ നിലയ്ക്ക് ഈമാനികമായ ഒരു മുന്നേറ്റം, ഈമാനികമായ ഒരാവേശം, അതാണ് ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രങ്ങളാണെങ്കിലും അതിലൊക്കെയുള്ള കൃത്യമായ ഗുണപാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് നമ്മുടെ വിശ്വാസത്തിന് മുതൽക്കൂട്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന നല്ല മുവഹിദുകളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ
തെറ്റുകൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ഖേദിച്ച് മടങ്ങി ഈ നമ്മളിലൂടെ കടന്നു പോകുന്ന ദിനരാത്രങ്ങൾ അത്രയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിനങ്ങളാക്കി നമ്മൾ അത് മാറ്റണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നന്മകൾ ചെയ്യാനും നന്മകളുടെ കൂടെ നിൽക്കാനും പരമാവധി പ്രവർത്തിക്കുവാനും അള്ളാഹു തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന വീടുകളിലും ആശുപത്രികളിലുമൊക്കെ ഒരുപാട് ആളുകൾ വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരികൾ, അള്ളാഹുവേ, അവർക്ക് അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് പ്രയാസപ്പെട്ടു പോലും ഈ ഏറ്റവും നല്ല മഹത്തായ ഈ ജുമുഅ മുബാറക്കൽ പള്ളിയിൽ വരണം എന്ന ഒരു നിർബന്ധത്തോടു കൂടി പള്ളിയിൽ വന്ന് രോഗിയായി കിടക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അള്ളാഹുവേ, നിന്റെ മഹത്തായ ഫളില് ആഗ്രഹിച്ചുകൊണ്ടാണ് റബ്ബേ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവേ, നിന്റെ രക്ഷയും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ എത്രയോ ആളുകൾ ദിനം പ്രതി ഇപ്പോൾ തന്നെ നമ്മുടെ സമീപത്തെ പല പള്ളികളിലും മയ്യത്ത് വെച്ചിരിക്കുകയാ. ജുമ കഴിഞ്ഞാൽ നമസ്കാരമാണ്. സമീപ മഹല്ലുകളിലൊക്കെ ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ. ഒരു ദിനം ഒരു സമയം ഞാനും നിങ്ങളും അങ്ങനെ തന്നെ പോകേണ്ടവരാണ്. അള്ളാഹുവേ, നിന്റെ വിളി കേട്ട് വന്നിട്ടുള്ള ആളുകൾക്കത്രയും നിന്നിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ജന്നാത്തിൽ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا صيامنا وتقبل منا صلاتنا وتقبل منا سائر أعمالنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.